പ്രശാന്ത് ഏട്ടനെ സൂചിപ്പിച്ച ആ ബംഗ്ലാദേശിലേക്കൊന്ന് പോയിട്ട് വരാം. ബംഗ്ലാദേശിൽ അവിടെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവിടെ നല്ല സൽഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോദിയുടെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഒരുപാട് പുരോഗതി അവരുണ്ടാക്കിയിട്ടുണ്ട്. ബറാക്ക അണക്കെട്ടിൻ്റെ നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യ തന്നെ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിനെതിരെ വലിയ ആസൂത്രിതമായ അട്ടിമറി നടന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ സഹായിച്ചതാരാ? അവരെ സഹായിച്ചത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഒന്ന്, ജോർജ് സൊറോസ്, അദ്ദേഹത്തിൻ്റെ മീഡിയ വിഭാഗമായിട്ടുള്ള ഓപ്പൺ സൊസൈറ്റി, അതുകൂടാതെ അവരുടെ ഒരു ഫണ്ടിങ് ഏജൻസി ഉണ്ട്. ആ ഫണ്ടിങ് ഏജൻസിയിൽ നിന്നാണ് ഫണ്ട് കിട്ടിയത്. ഇത് പറയുന്നത് ഞാനല്ല, ഇന്ത്യയിലെ ഏതോ പത്രപ്രവർത്തകനോ അല്ല, രാഷ്ട്രീയക്കാരനോ അല്ല, ബംഗ്ലാദേശിലെ മുൻ മന്ത്രിസഭയിലിരുന്ന, അതായത് ഷെയ്ഖ് ഹസീനയെ എതിർത്തിരുന്ന ഒരു മന്ത്രി തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. എന്നു പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു അസ്ഥിരപ്പെടുത്തൽ, ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേബിളായിട്ടുള്ള മോദി ഗവൺമെൻറ്റിനെ അൺസ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ ജോർജ് സൊറോസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അട്ടിമറി നടത്താൻ വേണ്ടിയായിരുന്നു CAA-ക്കെതിരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.